Assalamu alaikum wa rahmatullahi ta'ala wa barakatuhu. Bismillah walhamdulillahi rabbil alamin. Wassalatu wassalamu ala ashrafil makhluqin wa ala alihi al-faizina bidilallah amma ba'd. A'udhu billahi minash shaitanir rajim. Bismillahirrahmanirrahim. وَإِذَا سَأَلَكَ عِبَادِي عَنِّي فَإِنِّي قَرِيبٌ أُجِيبُ دَعْوَةَ الدَّاعِ إِذَا دَعَانِ فَلْيَسْتَجِيبُوا لِي وَلْيُؤْمِنُوا بِي لَعَلَّهُمْ يَرْشُدُونَ. സ്നേഹവും ബഹുമാനവും നിറഞ്ഞ സത്യവിശ്വാസികളെ, സഹോദര സഹോദരിമാരെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവന്റെ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ ഷരീഫിലൂടെ പറയുന്നു, വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്. വഇദാ സഅലക, നബിയെ അങ്ങയോട് ചോദിക്കുകയാണെങ്കിൽ, ഇബാദി എൻ്റെ അടിമകൾ, അന്നി എന്നെ സംബന്ധിച്ച് എൻ്റെ അടിമകൾ അങ്ങയോട് ചോദിക്കുകയാണെങ്കിൽ, ഫഇന്നി ഖരീബ്, തീർച്ചയായും ഞാൻ അവരുടെ അടുത്ത് തന്നെയുണ്ട്. ഉജീബു ദഅവത ദാഇ, ദുആ ചെയ്യുന്നവരുടെ ദുആഇന് ഞാൻ ഉത്തരം നൽകും. ഇദാ ദഅാനി, എന്നോട് ദുആ ചെയ്യുകയാണെങ്കിൽ, എന്നോട് ദുആ ചെയ്താൽ ദുആ ചെയ്യുന്നവരുടെ ദുആഇന് ഞാൻ ഉത്തരം നൽകും. ഫൽ യസ്തജീബൂ ലി, അവർ ദുആ ചെയ്യുമ്പോൾ എന്നോട് അവർ ഉത്തരം പ്രതീക്ഷിക്കട്ടെ. വൽ യുഅ്മിനൂ ബി, എന്നെ കൊണ്ടവർ വിശ്വസിക്കുകയും ചെയ്യട്ടെ. ലഅല്ലഹും, അവരായിത്തീരാൻ വേണ്ടി, യർഷുദൂന, നല്ലൊരു വഴിയിലേക്ക് അവർ എത്തിപ്പെടാൻ വേണ്ടി അവർ എന്നെ വിശ്വസിച്ചുകൊണ്ട് ദുആ ചെയ്യുമ്പോൾ എന്നോട് ഉത്തരം പ്രതീക്ഷിച്ചുകൊണ്ടും അവർ ദുആ ചെയ്യട്ടെ എന്നാണ് അല്ലാഹു തആല പറയുന്നത്. സഹോദരന്മാരെ, നമ്മളിങ്ങനെ ദുആ ചെയ്യുന്നു, നമുക്ക് അല്ലാഹു തആല ഉത്തരം തരുന്നില്ല. നമ്മൾ അല്ലാഹുവിനോട് ചോദിക്കാത്തത് കൊണ്ടാണ് നമുക്ക് അല്ലാഹു തആല ഉത്തരം തരാത്തത്. നമ്മൾ ദുആ ചെയ്യുമ്പോൾ അല്ലാഹ്, പടച്ചോനെ എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ ദുആ ചെയ്യും, എന്നാലും നമുക്ക് ഉത്തരം തരുന്നില്ല. കാരണം എന്താ? അല്ലാഹ് നമ്മുടെ നാവിൽ മാത്രമുള്ളൂ. അല്ലാഹു തആല എന്താ പറയുന്നത്? എന്നോട് ദുആ ചെയ്താൽ. നമ്മുടെ മനസ്സിൽ മറ്റു പലരെയും കയറ്റി വെച്ചുകൊണ്ടാണ് നമ്മൾ ദുആ ചെയ്യുന്നത്, അല്ലെങ്കിൽ മറ്റു പല ചിന്താഗതികളും മനസ്സിൽ കയറ്റി വെച്ചുകൊണ്ടാണ് നമ്മൾ ദുആ ചെയ്യുന്നത്. അവിടെ അല്ലല്ല, ആ മനസ്സിൽ മറ്റുള്ളതൊക്കെ ഒഴിവാക്കി അള്ളാഹുവിനെ മാത്രം കൊണ്ടുവന്ന് അള്ളാഹുവിനോട് ദുആ ചെയ്യാം. അപ്പോൾ അള്ളാഹു താല നമുക്ക് ഉത്തരം തരും. എന്തിനാ നമ്മളോട് അള്ളാഹു താല അങ്ങനെ ഉത്തരം ദുആ ചെയ്യാൻ പറയണത്? അള്ളാഹുവിന് നമ്മളോട് വല്ലാത്ത ഇഷ്ടമാണ്. നമ്മൾ നന്നായി കാണണമെന്ന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് അള്ളാഹുവാണ്. നല്ലൊരു വഴിയിലേക്ക് നമ്മൾ അള്ളാഹു എത്തിക്കണം. അതിനു വേണ്ടിയിട്ട് ഓരോന്നിനും ഓരോരോ കാരണങ്ങളില്ലേ? അപ്പൊ ആ കാരണങ്ങളിലൂടെ തന്നെ അള്ളാഹു താല നമ്മൾ എന്ത് ചെയ്യണം? നല്ലൊരു മാർഗത്തിലേക്ക് എത്തിക്കണം. അതിനു വേണ്ടിയിട്ടാണ് ദുആ ചെയ്യാന്നുള്ളത്. അള്ളാഹു ഇപ്പം നമ്മളെ നന്നാക്കണമെങ്കിൽ നമ്മൾ ദുആ ഇറക്കണം എന്നൊന്നുമില്ല. അള്ളാഹു താല ഉദ്ദേശിക്കുകയാണെങ്കിൽ നമ്മളെ അള്ളാഹു താലക്ക് എവിടെ എത്തിക്കാൻ കഴിയും. എന്നാലും ഓരോന്നിനും ഓരോരോ കാരണങ്ങളുണ്ട്. ആ കാരണങ്ങളിലൂടെ നടക്കുമ്പോൾ അതിലൊരുപാട് ചിന്തിക്കാനുണ്ട്. ആ കാരണങ്ങളിലൂടെ നടക്കുമ്പോൾ അതിലൊരു സന്തോഷമുണ്ട്. അതിനു വേണ്ടിയിട്ട് അള്ളാഹ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് അള്ളാഹുവിൻ്റെ അടിമകൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുക എന്നുള്ളത്. അള്ളാഹുവിന് വല്ലാത്ത ഇഷ്ടമാണ്. അള്ളാഹുവിനോട് ചോദിക്കാതിരിക്കുക എന്നുള്ളത് അള്ളാഹ്ക്ക് ഭയങ്കര ദേഷ്യമാണ്. അള്ളാഹു താല ഒരു മുഅ്മിനായ മനുഷ്യന്റെ ഹൃദയത്തിലാണ് അള്ളാഹു താല താമസിക്കുന്നത്. മൂസ നബി അലൈഹിസ്സലാം ഒരിക്കൽ അള്ളാഹുവിനോട് ചോദിക്കുന്നുണ്ട്, അള്ളാഹുവെ, നീ എവിടെയാണ് താമസിക്കുന്നത്? മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അള്ളാഹു താല മറുപടി കൊടുക്കുന്നുണ്ട്, മൂസ, ഞാനൊരു മുഅ്മിനായ മനുഷ്യന്റെ ഹൃദയത്തിലാണ് താമസിക്കുന്നത്. മുഅ്മിനായ മനുഷ്യന്റെ മനസ്സിൽ എപ്പോഴും അല്ലാ എന്ന ചിന്ത മാത്രമേ ഉണ്ടാവുള്ളൂ. മറ്റൊരു ചിന്ത മുഅ്മിനിന്റെ മനസ്സിലുണ്ടാവുകയില്ല. അതുകൊണ്ടല്ലേ ചില മഹത്തുക്കൾ പറഞ്ഞു പോയത്, ചില മഹത്തുക്കൾ പാടിപ്പോയി, വലൗ ഖാതറത് ലീ ഫീ സിവാക ഇറാദത്തുൻ അലാ ഖാതിരി യൗമൻ ഹകംതു ബിരിദ്ദതി. ചില മഹത്തുക്കൾ പറയാണ്, എൻ്റെ മനസ്സിൽ അള്ളാഹു എന്ന ചിന്തയല്ലാതെ മറ്റൊരു ചിന്ത കടന്നു വന്നാൽ, ഒരല്പസമയം, ഒരു സെക്കൻഡ് സമയം അള്ളാഹ് എന്ന ചിന്തയല്ലാത്ത മറ്റൊരു ചിന്ത കടന്നു വന്നാൽ
ഹക്കംതു അലാ ഖാതിരി യൗമൻ ഹക്കംതു ബിഇദ്ദതി. അങ്ങനെ ആ ചിന്ത വരുന്ന സമയം മുതൽ ഞാൻ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി എന്ന് വിധി പറയുമെന്ന്. അവരുടെ മനസ്സിലെപ്പോഴും അള്ളാഹ് എന്ന ചിന്ത, വേറൊരു ചിന്തയും അവരുടെ മനസ്സിലില്ല. അപ്പൊ അള്ളാഹ് എന്നുള്ള ചിന്ത അല്ലാതെ മറ്റൊരു ചിന്ത ഒരല്പസമയം വന്നു കഴിഞ്ഞാൽ ഞാൻ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി എന്ന് വിധി പറയുമെന്ന് ചില മഹത്തുക്കൾ പാടിയതാ. അപ്പൊ മുഅ്മിനിന്റെ മനസ്സെപ്പോഴും അള്ളയാണ്. അപ്പൊ അള്ളാഹുവിനോട് ദുആ ചെയ്യുക, അള്ളാഹ് എന്ന മനസ്സ്, അള്ളാഹ് എന്ന ചിന്തയോടുകൂടെ ദുആ ചെയ്യുക. അപ്പൊ അള്ളാഹു താല നമുക്ക് ഉത്തരം തരും. അള്ളാഹു താല മറ്റൊരായത്തിലൂടെ പറയുന്നുണ്ട്, ഉദ്ഉ റബ്ബക്കും തളർറുഅൻ വഖുഫിയതൻ ഇന്നഹു ലാ യുഹിബ്ബുൽ മുഅ്തദീന. ഉദ്ഉ, നിങ്ങൾ ദുആ ചെയ്യുക, റബ്ബക്കും, നിങ്ങളെ റബ്ബിനോട് നിങ്ങൾ ദുആ ചെയ്യുക, നിങ്ങളെ പടച്ച നിങ്ങളുടെ റബ്ബിനോട് ദുആ ചെയ്യുക. തളർറുഅൻ, വിനയത്തോടുകൂടെ, തളർറുഓടുകൂടെ, വളരെ നിന്യനായി നിസ്സാരനായി പടച്ച റബ്ബിന്റെ മുമ്പിൽ പോയിട്ട്, അല്ലാ ഞാൻ ഒന്നുമല്ല, എന്നെ കൊണ്ട് ഒന്നിനും കഴിയുകയില്ല, ഞാൻ വളരെ നിസ്സാരനാണ്, എനിക്കെല്ലാം നീ തന്നിട്ട് വേണം എന്ന ചിന്തയിൽ വളരെ താഴ്മയോടുകൂടെ എത്രത്തോളം അള്ളാഹുവിന്റെ മുമ്പിൽ സാധുവാൻ പറ്റുമോ അത്രത്തോളം സാധുവായിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുക. അതുപോലെ വഖുഫിയത്തൻ, രഹസ്യമായി ആരാരും കാണാതെ രഹസ്യമായിട്ട് ദുആ ചെയ്യുക. അള്ളാഹിന് ഭയങ്കര ഇഷ്ടമാണത്. അള്ളാഹ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ദുആ ചെയ്യൽ. കണ്ണിൽ നിന്ന് കണ്ണുനീരുകൾ ഒഴുക്കി അള്ളാഹുവിനെ ഓർത്ത് ഇങ്ങനെ കരയിൽ വല്ലാത്ത ഇഷ്ട, അങ്ങനെ ദുആ ചെയ്യും. ഇന്നഹു ലാ യുഹിബ്ബുൽ മുഅ്തദീന, തീർച്ചയായും അള്ളാഹു താല അതിര് വിട്ട് കിടക്കുന്നവരെ അള്ളാഹു താലക്ക് ഇഷ്ടമല്ല. ദുആഇനൊക്കെ ചില മര്യാദകളുണ്ട്, ആ മര്യാദകൾ അനുസരിച്ച് ദുആ ചെയ്യുക, ആ മര്യാദകളൊക്കെ പാലിച്ചുകൊണ്ട് ദുആ ചെയ്യുക. അള്ളാഹു താല